എനിക്കൊരു പ്രധാനപ്പെട്ട സംശയം, ഈ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ഈ ഫ്ലോറിലിരുന്ന് പോലും വലിയ ആവേശത്തോടെ സംസാരിച്ചതാണ്. ചേട്ടനെന്ന് പറഞ്ഞു അമേരിക്ക എപ്പോഴും അമേരിക്കയുടെ താല്പര്യം നോക്കിയേ നിൽക്കത്തുള്ളൂ, എന്നാൽ പോലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും, മോദി ട്രംപ് വലിയ സൗഹൃദമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ പോകെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലിപ്പോൾ എത്തി. ഇന്ത്യ എക്കാലത്തെയും ശത്രുവായിരുന്ന ചൈനയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു. അമേരിക്ക വീണ്ടും ഇന്നും ട്രംപ് ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ട്രംപും മോദിയും അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവാനുള്ള കാരണം എന്താണ്? ഈ ചിലർ പറയും കിരാന ഹിൽസിൽ പോയി അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലിൽ നമ്മൾ ചവിട്ടിയതാണെന്ന് പറയും. ചിലർ പറയുന്നു ഈ പറഞ്ഞതുപോലെ ഈ ട്രംപിൻ്റെ നൊബൽ സമ്മാനം കാംക്ഷിക്കുന്ന ട്രംപിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തതാണ്. അങ്ങനെ പല തിയറിയുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യ ട്രംപ് മോദി ബന്ധം വഷളാവാനുള്ള കാരണം എന്താണ്? ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ട്രംപ് ഒരു ദേശീയവാദിയാണ്. ലോകമെങ്ങും ദേശീയവാദികൾ അധികാരത്തിൽ വരണം. അന്ന് ഞാൻ ഈ സാമ്പത്തികമായ കുറച്ച് ശ്വാസം മുട്ടലുകൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഇത്രയ്ക്ക് വഷളാകുമെന്ന് വിചാരിച്ചില്ല. വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക രംഗത്തെയോ താരിഫിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ട്രംപിൻ്റെ പെരുമാറ്റം അസാമാന്യമായ ഒരു മര്യാദകേടാണ് എന്ന് നമുക്ക് തോന്നുന്നു, മറ്റുള്ളവർക്കും തോന്നുന്നു. ഇപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ ഇന്ത്യയോട് ഇങ്ങനെ പെരുമാറാൻ കാര്യം എന്താണെന്നുള്ളതിന് ഒരു 4 ദിവസമായി ഇപ്പോൾ സത്യസന്ധമായിട്ട് അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്തത്, നിങ്ങൾ ധരിക്കുന്ന പോലത്തെ ഒരു പക്വതയൊന്നും ഇപ്പോൾ ട്രംപിനില്ല. ട്രംപ് 1-നുണ്ടായിരുന്നു, ട്രംപ് 2-നതില്ല. ട്രംപ് ഈസ് ഡാം സീരിയസ് അബൌട്ട് നോബൽ പ്രൈസ്. എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കൊച്ചുകുട്ടികൾ മിഠായിക്ക് വേണ്ടി വാശി പിടിക്കുന്ന പോലെയാണ് ട്രംപ് ഈ നോബൽ സമ്മാനത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ ട്രംപിന് വല്ലാതെ വിഷമമുണ്ടാക്കി. ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ചത് താനാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതല്ല എന്ന് ഇന്ത്യ മറുപടി കൊടുത്തു. ആ മറുപടി കൊടുത്തത് ആരാണെന്നറിയാമോ? വിദേശകാര്യ വകുപ്പിൻ്റെ സ്പോക്സ് പേഴ്സൺ. വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പോലുമല്ല, വക്താവ്, മിസ്റ്ററി അല്ല, മറ്റേ ജയസ്വാളുണ്ടല്ലോ, ജയശങ്കർ മിണ്ടിയില്ല. ആദ്യത്തെ ഒരു 5-8 തവണ ട്രംപ് ഇത് ക്ലെയിം ചെയ്യുമ്പോഴൊക്കെ ഇത് ഡിനൈ ചെയ്തുകൊണ്ടിരുന്നത് ജയസ്വാളാണ്. മറ്റാരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ നമ്മളോട് ഇല്ല എന്ന് പറയുന്നത്, അവിടുത്തെ മുതലാളിയാണ് നമ്മളോട് ഇല്ല എന്ന് പറയുന്നതെങ്കിൽ ശരി, അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ഇവിടെ ഒന്നുമില്ല പോ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അപമാനമാണ്. ഇത് ഭയങ്കരമായിരുന്നു. അത് പലതവണ ട്രംപ് ആവർത്തിച്ചു. ഒടുവിൽ മോദി ട്രംപിൻ്റെ പേര് പറയാതെ ലോക്സഭയിൽ നിഷേധിച്ചു. അവിടെ പോലും ട്രംപിൻ്റെ പേര് പറഞ്ഞില്ല. ലോകത്തെ ഒരു രാഷ്ട്രത്തലവനും എന്നോട് സംസാരിച്ചില്ല എന്നിട്ടൊരു പേര് പറഞ്ഞു, JD വാൻസ്. JD വാൻസ് എന്നെ വിളിച്ചിരുന്നു പലതവണ. ഞാൻ പട്ടാളവുമായിട്ടുള്ള ചർച്ചയിലായിരുന്നു. ആ ചർച്ച കഴിഞ്ഞ് വന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ JD വാൻസ് പറഞ്ഞു, പാകിസ്ഥാൻ കാര്യമായൊരു ആക്രമണം നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നു. അയ്യോ, അങ്ങനെയാണെങ്കിൽ അവർ അനുഭവിക്കുമല്ലോ എന്ന് മോദിയും പറഞ്ഞു. ഇതാണ് ആകെ ഒരാൾ സംസാരിച്ച്, വേറെ ഒരു രാഷ്ട്രത്തലവനും എന്നോട് സംസാരിച്ചില്ല എന്ന് മോദി പറഞ്ഞു. അവിടെയെങ്കിലും ട്രംപിൻ്റെ പേര് പറയണ്ടേ? പറഞ്ഞില്ല. നിഷേധിക്കാനായിട്ട് പോലും ട്രംപിൻ്റെ പേരെടുത്തില്ല. ഇത് ട്രംപിൻ്റെ ഈഗോയെ വല്ലാതെ ഹർട്ട് ചെയ്തു. പിന്നെ ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ടു ഈ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യണം. അതും മോദി സമ്മതിച്ചില്ല. ആവശ്യപ്പെട്ടു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഒരു 4 ദിവസം മുമ്പാണ് ഈ അനാലിസിസ് വന്നത്. ആഫ്റ്റർ ആൾ, വൈ ട്രംപ് ഈസ് ബിഹേവിങ് വിത്ത് ഇന്ത്യ ലൈക്ക് ദിസ്? ഇത് അനലൈസ് ചെയ്തിട്ട് അവർ പറയുന്നത് കേട്ടാൽ വളരെ ട്രിവിയലാണ്, ബാലിശമാണെന്ന് തോന്നും. പക്ഷേ അതാണ് കാരണം. ട്രംപിൻ്റെ പേഴ്സണാലിറ്റി ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ നോമിനേഷൻ കൊടുക്കാൻ മോദി സമ്മതിച്ചില്ല. അതേസമയം ആസിം മുനീർ നോക്കുക. ആസിം മുനീറിനോട് വാടാന്ന് പറഞ്ഞു, വന്നു. എന്തോ ബിരിയാണിയോ മറ്റോ കൊടുത്തു. എന്നിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ നോമിനേറ്റ് ചെയ്തു. നോമിനേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ടു കത്ത്.
ഇതാണ് പാകിസ്ഥാൻ്റെ ബിഹേവിയർ. ഈ സമയത്താണ് പുള്ളി കാനഡയിലിരിക്കുന്ന മോദിയെ വിളിക്കുന്നത്. കാനഡയിലെ G7 ഉച്ചകോടിയിൽ നിന്ന് ഞാൻ മലമറിക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് ട്രംപ് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് ഓടിയത്. ഇറാനെ ആക്രമിക്കാൻ പോകുന്നെന്നോ എന്തോ പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് അമേരിക്കയിലിരുന്നിട്ട് മോദിയെ വിളിക്കുന്നു. കാനഡയിലുണ്ടല്ലോ, പോകാൻ നേരത്ത് ഇതിലേ കയറിയിട്ട് പോകണേ. അയ്യോ പറ്റില്ല ചേട്ടാ, എനിക്ക് അന്ന് പുള്ളിക്ക് എവിടെ പോകാൻ. ഒഡീഷയിൽ ജഗന്നാഥൻ അല്ല, ഒഡീഷ രണ്ടാമത്തെ. ആദ്യം പോയിരുന്ന ഒരു ചെറിയ രാജ്യമാണ്, ഓസ്ട്രിയയോ അങ്ങനെ എന്തോ. ആ റഷ്യ യൂറോപ്പ് അതിർത്തിയിലുള്ള ഒരു രാജ്യമാണ്. അവിടെ പോകുന്നു, അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒറീസ. ഇതാണ് എൻ്റെ. അല്ല, മോദി പ്രസംഗിച്ചു, ട്രംപ് വിളിച്ചു, പക്ഷേ എനിക്ക് ഒഡീഷയിൽ ജഗന്നാഥൻ്റെ അടുത്ത് വരണമായിരുന്നു, അത് ഞാൻ പോയില്ല എന്ന് പ്രസംഗിച്ചു. ബട്ട് ഈ നടന്ന ഡയലോഗ് ഇതാണ്. ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു പുള്ളി ജോർജിയ സംവേർ. അപ്പോൾ ട്രംപ് പറഞ്ഞു, ജോർജിയ കീർജിയ ഓസ്ട്രിയ എന്നൊക്കെ പറയുന്നത് അവനോട് പോകാൻ പറ്റും, താനിവിടെ വാ. മോദി പറഞ്ഞു അത് പറ്റില്ല, രാജ്യം വലുതോ ചെറുതോ എന്നല്ല, ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം. അവർക്കും ഒരു ആത്മാഭിമാനം ഒക്കെ ഇല്ല. ട്രംപ് വിളിച്ചു, ഞാൻ വരുന്നില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് എന്ത് മര്യാദ കേട്ടാണ്? അത് പറ്റില്ല ചേട്ടാ. വാസ്തവത്തിൽ മോദിക്ക് അപ്പോഴത്തേക്ക് ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. ഇദ്ദേഹം അസിം മുനീറിനെ ക്ഷണിച്ചിട്ടുണ്ട്, മോദിയെയും ക്ഷണിക്കും, രണ്ടുപേരെയും ഡൈനിങ് ടേബിളിൽ ഇരുത്തും, TV-ക്കാരുണ്ടാകും. എന്നിട്ട് അസിം മുനീറിനെ കൊണ്ട് മോദി ട്രംപ് ഇത് പറയിക്കും. ട്രംപ് യോഗ്യനാണ് നോബൽ സമ്മാനം കിട്ടാൻ. മോദിയും അത് പറയേണ്ടി വരും, ആ പറയേണ്ട അവസ്ഥ കൊണ്ടുവരും ട്രംപ്. അപ്പോൾ എന്തു വന്നാലും ശരി, ഒന്നും സമയമില്ല, അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ കൃത്രിമ കളിക്കൊന്നും നമ്മളില്ല എന്നുള്ള മട്ടിൽ. അതോടെ ട്രംപ് വല്ലാതെ വയലൻ്റായി. ഈ കാരണമാണ് അവർ പറയുന്നത്, ഇത്ര ബാലിശ്യമാണ് ട്രംപിൻ്റെ. പിന്നെ ട്രംപിന് മാനസികമായിട്ട് ബാലൻസ്ഡ് അല്ല, അല്പം പ്രശ്നമുണ്ട് എന്ന് അവർ പറയുന്നു. അതിൻ്റെ ട്രംപ് നടന്നു വരുന്നതിൻ്റെ അനാലിസിസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്യുന്നു. ട്രംപ് വലത് കാല് കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നു. അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് കാണാവുന്നത് അലാസ്കയിൽ പുട്ടിനെ സ്വീകരിക്കാനായിട്ട് ട്രംപ് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഫോൾട്ടർ ചെയ്യുന്നു, സ്റ്റഡിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഈ കള്ളു കുടിച്ച ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഊത്തൊക്കെയുണ്ട്. ഊത്ത് ഇല്ലാതിരുന്ന കാലത്ത് ഇവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വരയുണ്ടാകും പോലീസ് സ്റ്റേഷനിൽ, വെളുത്ത. ആ വരയിലൂടെ നടക്കാൻ പറയും. നടക്കാൻ പറ്റില്ല, വെള്ളം അടിച്ചാൽ ആടിപ്പോകും അല്ലേ? ആടിപ്പോകും, കാല് പാമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഷുവർ ടെസ്റ്റാണ്. പിന്നെ നാക്കിൻ്റെ ഇത് ശുചീന്ദ്രം എന്ന് പറയാൻ പറയും, ജന്മത്തിന് പറയാം. ഇവിടെ പണ്ടൊരു സ്ഥാനാർത്ഥി മത്സരിച്ചു, പോലീസുകാർ എഡ്വേർഡ് ഇടയഴത്ത് എന്ന് പറയാം. എഡ്വേർഡ് അന്ന് ടെസ്റ്റ് ചെയ്ത് ഈ പേര്. അപ്പോൾ ഇത് ഈ നടപ്പ്, കള്ള് കുടിക്കുക, ട്രംപ് കള്ളൊന്നും കുടിക്കില്ല. അപ്പോൾ ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടല്ലോ, അതിന് സാമാന്യം വീതിയുണ്ട്, ഒരു 3 അടി വീതിയെങ്കിലും ഉണ്ട്. ഈ റെഡ് കാർപ്പറ്റിൽ കൃത്യമായിട്ട് അതിൽ നിന്ന് പുറത്തു പോയില്ല ട്രംപ്. ബട്ട് ഹി ഷോഡ് ദ ടെൻഡൻസി, വലതുകാലം കൂടുതൽ മുന്നോട്ട് പോകുന്നു പുള്ളിയുടെ. അപ്പോൾ എന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം ഇടതുവശത്തേക്ക് ചെരിയുന്നു. വീണ്ടും അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇടതുകാലം കൂടുതൽ ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആട്ടം വരുന്നു. പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ പുള്ളി മനഃപൂർവ്വം ശ്രമിക്കുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ പുള്ളി. ഈ കുഴപ്പങ്ങളുടെ തുടക്കമായിരുന്നു അന്ന് സെലൻസ്കിയെ ചീത്ത വിളിച്ചതൊക്കെ? ചിലപ്പോൾ ആയിരിക്കാം. അതൊക്കെ ഒരുതരം ഈ സ്ട്രീറ്റ് ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ പെരുമാറിക്കൂടാ. അപ്പോൾ ഇതിലും വലിയ വഴക്കൊക്കെ കെന്നഡിയും ക്രൂഷ്യയും തമ്മിലൊക്കെ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇതുപോലത്തെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടില്ല. പൊട്ടിത്തെറി കൊണ്ട് കാര്യമില്ല. TV-ക്കാരുടെ മുമ്പിൽ ചീത്ത പറയുക, നെതന്യാഹുവിനെ പച്ചത്തെറി പറഞ്ഞു, അതെ മോശമായി പോയില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രയാസം കൊണ്ടാണെന്ന് അവർ അനലൈസ് ചെയ്ത് പറയുന്നു. വലിയ മനുഷ്യർ ചിലപ്പോൾ തീരെ ചെറിയ ഇതിലായിരിക്കും പെട്ടുപോകുന്നത്. അതിൻ്റെ ഒരു ചരിത്രം നമ്മളുടെ ഇങ്ങനെ ബ്രഷ്നേവ് അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചില്ല. ബ്രഷ്നേവ് വോഡ്ക കുടിച്ച് ബോധമില്ലാതെ രാത്രി 11:30 മണിക്കാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കാൻ ഓർഡർ കൊടുക്കുന്നത്. പിറ്റേ ദിവസം പുള്ളി തന്നെ റിഗ്രറ്റ് കെട്ടുവിട്ട് കഴിഞ്ഞപ്പോൾ, എന്താടാ ഇത്? അല്ല സാറല്ലേ ഇന്നലെ പറഞ്ഞു. എപ്പോൾ? ഇന്നലെ രാത്രി 11:30
എൻ്റെ ദൈവം ഞാൻ പൂസായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താ പറഞ്ഞത്. അല്ല പറഞ്ഞു ദൈവം അടിച്ച് പാമ്പ് പകുതി കയറി കഴിഞ്ഞു, എന്തു ചെയ്യും? അപ്പോൾ ഇതാർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോവിയറ്റ് യൂണിയൻ്റെ ആള് കള്ളു കുടിച്ച് വെളിവില്ലാതെ അഫ്ഗാനിസ്ഥാൻ പൊളിക്കടാന്ന് പറഞ്ഞു രാത്രി ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് സംഭവിക്കും. ബ്രഷ്നേവ് പിന്നെ അത് സംഭവിച്ചു. ബ്രഷ്നേവ് ഉറങ്ങിപ്പോയി. എവിടെയായിരുന്നത്? ഫ്രാൻസിലോ എനിക്കറിയില്ല. പുള്ളി വിമാനത്തിനുള്ളിൽ ഉറങ്ങിപ്പോയി. സോവിയറ്റ് യൂണിയൻ്റെ നേതാവിനെ വിളിച്ചു നിർത്താൻ ലോകത്താർക്കാം ധൈര്യം? ആതിഥേയ രാജ്യം പറഞ്ഞു അത് മര്യാദകളാണ്, ഉറക്കത്തിൽ നിന്ന് ആളെ വിളിച്ചു നിർത്തുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർ ടാർമാക്കിലും മാലയും ബൊക്കെയൊക്കെ ആയിട്ട് നിൽക്കുന്നു, ഇയാൾ ഉറങ്ങി കിടക്കുന്ന അകത്ത്. 20 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ബ്രഷ്നേവ് എണീറ്റ് ചാടി, എന്താണ് വിളിക്കാൻ? സാർ എങ്ങനെയാണ് വിളിക്കുന്നത്? ഭാര്യ വേഗമാട്ടെ നിന്ന് മുഖമൊക്കെ കഴുകി പുള്ളി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അതായിരുന്നു പ്രശ്നം. സോ ഈ വലിയ നേതാക്കൾ നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ചെറിയ കാര്യം. ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ആകെ കൂടെ പുള്ളിക്ക് പരിഭ്രമിച്ചിട്ട് ജീവൻ നേരെ നിൽക്കുന്നില്ല. എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ പോർട്ട് വൈൻ എന്ന് പറഞ്ഞിട്ട് പോർച്ചുഗീസിൽ മറ്റോ ഉണ്ടാക്കുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു പോർട്ട് വൈൻ കുടിപ്പിച്ചു നെഹ്റുവിനെ. അങ്ങനെയാണ് നെഹ്റു ഒന്ന് സ്റ്റേബിളായി. പിന്നെ ഇത് വെള്ളം അടിച്ചു കഴിയുമ്പോൾ വരുന്ന ആരറ എന്നൊക്കെയുള്ളൊരു ഇതുണ്ടാവില്ല. ഇതിൽ പുള്ളി ഫിറ്റായിട്ടാണോ പുള്ളി എന്ന് കൊടി ഉയർത്തിയത് എന്ന് ഞാൻ പറയില്ല. വൈകുന്നേരമാണ് ഇത് സംഭവിച്ചത്, മറ്റത് പാതിരാത്രിക്കായിരുന്നു. കെട്ടുവിട്ട് കാണത്തില്ല, എന്നാലും നല്ല കേട്ടാണെങ്കിൽ. ഈ ആ പ്രസംഗം നോക്ക്, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ലോകപ്രസിദ്ധമായ പ്രസംഗം. അതിൽ ഫസ്റ്റ് നെഹ്റു പറയുന്നത്, ലോകം നിദ്രയിലേക്ക് പോയപ്പോൾ ഭാരതം ഉണർന്നെണീക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്? അല്ല. നമുക്ക് ഇവിടെ രാത്രിയാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി ലോകം മുഴുവൻ ഉറങ്ങുകയാണെന്ന് അർത്ഥമില്ല. ലോകം മൊത്തം വെൻ ദ ഹോൾ വേൾഡ് ഗോയിങ് ടു സ്ലീപ്പ് ഇന്ത്യ വേക്സ് എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. ഹോൾ വേൾഡ് സ്ലീപ്പ് ചെയ്യുന്നൊരു സമയമില്ല. ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം പകലായിരിക്കും, മറ്റേ ഭാഗം രാത്രിയായിരിക്കും. ഈ തെറ്റുകളൊക്കെ വരുത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. മറ്റേ സംഗതി കുടിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾ റിട്ടേൺ. ഈ വലിയ ആൾക്കാർ പഴത്തൊലിയിൽ ചവിട്ടിയൊക്കെ വീഴുന്നത് ചരിത്രത്തിൽ അത്ഭുത സംഭവം. അതുപോലെ എന്തോ ആണ് ഈ ട്രംപിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രായം 79 അതുകൊണ്ട് ഒരു തിരിച്ചുവരവ് ചിലപ്പോൾ സാധ്യമാകില്ലായിരിക്കും അല്ലേ? ഇല്ല. മെഡിസിൻസ് ഹാവ് ഡെവലപ്ഡ് ടു മച്ച് ദാറ്റ് ഇഫ് ദ പേഷ്യൻ്റ് എഗ്രീസ് ദേ ക്യാൻ ബ്രിങ് ഇൻ. പേഷ്യൻ്റ് സമ്മതിക്കണ്ടേ എനിക്ക് ചിന്തനടിച്ചു എന്നുള്ളത്? എനിക്കൊന്നുമില്ല പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും. അപ്പോൾ അനുഭവിക്കുക, ജോസഫൈൻ പറഞ്ഞ പോലെ അല്ലേ? എന്നാ അനുഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.